Hello students, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗേജ് ട്രാൻസ്ഫോർമേഷൻസ് ആണ്. ഗേജ് ട്രാൻസ്ഫോർമേഷൻസ് എന്താണ് ഈ ഗേജ് ട്രാൻസ്ഫോർമേഷൻസ്, എന്താണ് അവരുടെ പ്രത്യേകത, എന്തുകൊണ്ട് നമ്മൾ അവർ യൂസ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് പിന്നീട് കാണാൻ പറ്റും. രണ്ട് തരം ഗേജ് ട്രാൻസ്ഫോർമേഷൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്, ലോറൻസ് ഗേജും കുളംസ് ഗേജും. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് എന്താണ് ഈ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ പൊട്ടൻഷ്യൽ ഫോർമുലേഷൻ വഴി ഇലക്ട്രിക് ഫീൽഡിനെയും മാഗ്നറ്റിക് ഫീൽഡിനെയും രണ്ട് പൊട്ടൻഷ്യൽസിൻ്റെ ടേംസിൽ എഴുതിയിട്ടുണ്ട്. പൊട്ടൻഷ്യൽ, സ്കെയിലാർ പൊട്ടൻഷ്യൽ V ഓഫ് RT ആൻഡ് വെക്റ്റർ പൊട്ടൻഷ്യൽ A ഓഫ് RT അല്ലേ. ആൻഡ് ത്രൂ പൊട്ടൻഷ്യൽ ഫോർമുലേഷൻ വി ഹാവ് റിട്ടൺ ഇലക്ട്രിക് ഫീൽഡ് E അറ്റ് എ പോയിന്റ് ആസ് ഈക്വൽ ടു മൈനസ് gradient of V minus dou A by dou T and the magnetic field at a point as curl of vector potential. ഇതാണ് പൊട്ടൻഷ്യൽ ഫോർമുലേഷൻ എന്ന് പറയുന്നത് അല്ലേ. പൊട്ടൻഷ്യൽ ഫോർമുലേഷൻ്റെ ഐഡിയ ഇതാണ്, റൈറ്റിംഗ് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ടേംസ് ഓഫ് സ്കെയിലർ ആൻഡ് വെക്റ്റർ പൊട്ടൻഷ്യൽസ്. അപ്പോൾ ഇനി നമ്മളുടെ ഐഡിയ എന്താണെന്ന് വെച്ചാൽ, ഇഫ് ഐ ചേഞ്ച് this V and A to a new set of V and A, അതിനെ നമുക്ക് V prime A prime വിളിക്കാം. ന്യൂ സെറ്റ് V prime of RT and A prime of RT. ഇങ്ങനൊരു പുതിയ സെറ്റ് ഓഫ് പൊട്ടൻഷ്യൽസ്, സ്കെയിലാർ പൊട്ടൻഷ്യലും വെക്റ്റർ പൊട്ടൻഷ്യലും ഞാൻ ഡിഫൈൻ ചെയ്യാമെന്ന് വിചാരിക്കുക. അങ്ങനെ ഡിഫൈൻ ചെയ്തിട്ട് നമ്മൾ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ചേഞ്ച് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് വെരി കൺവീനിയൻറ്റ്. ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ചേഞ്ച് ആയി പോകാൻ പാടില്ല, കാരണം അവർ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ്. ആ ക്വാണ്ടിറ്റീസ് നമ്മളുടെ കാൽക്കുലേഷനും കൊണ്ട് മാത്രം മാറിപ്പോകാൻ പാടില്ല. അതെങ്ങനെയാണോ അങ്ങനെ തന്നെ അവിടെ ഉണ്ടാവണം, അവിടെ കിട്ടണം നമുക്ക് ആ വാല്യൂ. അപ്പോൾ നമ്മുടെ കാൽക്കുലേഷനും കാരണം അത് മാറിപ്പോകാൻ പാടില്ല. സോ ഞാൻ വിനെ V പ്രൈമും എനെ A പ്രൈമും ആക്കുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് പഴയ പോലെ തന്നെ റീറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ദെൻ നമുക്ക് കാൽക്കുലേഷനിൽ ഒത്തിരി ഉപകാരപ്രദമാണത്. ഓക്കെ, അപ്പോൾ അങ്ങനെ റീറ്റെയിൻ ചെയ്യാൻ പറ്റും. ഈ ഇലക്ട്രിക് ഫീൽഡിൻ്റെയും മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും വാല്യൂ നമുക്ക് റീറ്റെയിൻ ചെയ്യാൻ പറ്റും. എപ്പോൾ V പ്രൈമും A പ്രൈമിലേക്കും ചേഞ്ച് ചെയ്താലും ഇലക്ട്രിക് ഫീൽഡിൻ്റെയും മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും വാല്യൂ മാറില്ല എന്നുള്ള ഐഡിയ ആണ് വാട്ട് വി കോൾ ഗേജ് ഫ്രീഡം. Gauge freedom. We have the freedom to change the vector potential and scalar potential as long as the electric field and magnetic field do not change. Okay, അപ്പോൾ അതെങ്ങനെയൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും, എങ്ങനെ ഡിഫൈൻ ചെയ്താൽ ഈ ചേഞ്ചസ് പോസിബിൾ ആണ്, കറക്റ്റായിട്ട് പോസിബിൾ ആണെന്നൊക്കെയുള്ളതാണ് നമ്മൾ അടുത്ത് നോക്കുക. ലെറ്റ്സ് ഡിഫൈൻ ദാറ്റ്. വിൽ ഡിഫൈൻ V prime is equal to old V plus some scalar beta and A prime is equal to old vector A plus some vector alpha. ഇതാണ് നമ്മുടെ ഡെഫിനിഷൻ. ഇനി ഈ ഡെഫിനിഷൻ യൂസ് ചെയ്ത് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ, ആദ്യമേ തന്നെ നമ്മുടെ പൊട്ടൻഷ്യൽ ഫോർമുലേഷനിലെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ എക്സ്പ്രഷൻ എടുക്കുക. ഇലക്ട്രിക് ഫീൽഡിൻ്റെ എക്സ്പ്രഷൻ എടുത്തു കഴിഞ്ഞാൽ E is equal to മൈനസ് ഡെൽ V മൈനസ് ഡോ A by ഡോ T ആണ് നമ്മളിപ്പോൾ എഴുതിയിട്ടുണ്ട്. ദിസ് ഷുഡ് ബി ഈക്വലൻ്റ്, ഇതേ ഇലക്ട്രിക് ഫീൽഡ് തന്നെ നമ്മൾ നെഗറ്റീവ് ഗ്രേഡിയൻ്റ് ഓഫ് V പ്രൈമും മൈനസ് ഡോ A പ്രൈം ബൈ ഡോ T കൊടുക്കുമ്പോൾ കിട്ടണം. അതാണ് നമ്മുടെ ഐഡിയ. ഓക്കെ, അങ്ങനെ കിട്ടണമെങ്കിൽ ഈ ക്വാണ്ടിറ്റീസ് രണ്ട് ഇക്വലൻ്റ് ആയിരിക്കണമല്ലോ. അപ്പോൾ ആ ക്വാണ്ടിറ്റീസ് ഇക്വലൻ്റ് ആണെങ്കിൽ ദെൻ വി ഹാവ് മൈനസ് ഡെൽ V മൈനസ് ഡോ A ബൈ ഡോ T ഇസ് ഈക്വൽ ടു മൈനസ് ഡെൽ വിക്ക് പകരം നമുക്ക് അതിൻ്റെ ഡെഫിനേഷൻ കൊടുക്കാം V പ്ലസ് ബീറ്റ മൈനസ് ഡോ ബൈ ഡോ T. എക്ക് പകരം അല്ലെങ്കിൽ A പ്രൈമിന് പകരം നമുക്ക് അതിൻ്റെ ഡെഫിനേഷൻ കൊടുക്കാം A പ്ലസ് ആൽഫ. ഇത് പോസിറ്റീവ് ആണ്, പ്ലസ് ആണ് കേട്ടോ. സോ യു ക്യാൻ റൈറ്റ് ദിസ് ആസ് മൈനസ് ഡെൽ V മൈനസ് ഡെൽ ബീറ്റ മൈനസ് ഡോ A ബൈ ഡോ T മൈനസ് ഡോ ആൽഫ ബൈ ഡോ T. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, യു ക്യാൻ ക്യാൻസൽ ദിസ് ആൻഡ് ദിസ്, ദിസ് ദിസ്. അപ്പോൾ റിമൈനിങ് ആയിട്ടുള്ളത് എന്താണുള്ളത്? റിമൈനിങ് ആയിട്ട് ആകെ ഉള്ളത് ഗ്രേഡിയൻ്റ് ഓഫ് ബീറ്റ ഇസ് ഈക്വൽ ടു നെഗറ്റീവ് ഡോ ലാംഡ ഡോ ആൽഫ ബൈ ഡോ T. ഇങ്ങനെയാണ് കിട്ടുക അല്ലേ. ലെറ്റ്സ് ചെക്ക്. അതെ, ഡോ ആൽഫ ബൈ ഡോ T ഇങ്ങനെയാണ് കിട്ടുക. അപ്പോൾ ഇതൊരു റിലേഷനായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. ലെറ്റ്സ് കോൾ ദാറ്റ് ഇക്വേഷൻ ലെറ്റ്സ് സേ A. ഓക്കെ,
ഇപ്പോൾ ഞാൻ ഇലക്ട്രിക് ഫീൽഡിൻ്റെ എക്സ്പ്രഷനാണ് യൂസ് ചെയ്തത്. ഇനി മാഗ്നറ്റിക് ഫീൽഡിൻ്റെ എക്സ്പ്രഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ചേഞ്ചസ് എന്താണെന്ന് നോക്കാം. മാഗ്നറ്റിക് ഫീൽഡ് ബി ഈസ് ഈക്വൽ ടു കേൾ ഓഫ് എ. ഇത് തന്നെ നമുക്ക് കേൾ ഓഫ് എ പ്രൈം എടുത്ത് കഴിയുമ്പോഴും കിട്ടണം. സോ ദിസ് ഈസ് ഈക്വൽ ടു കേൾ ഓഫ് എ പ്രൈം ആസ് വെൽ. ആൻഡ് ഹിയർ ഓൾസോ ഡിഫൈനിങ് a prime here, using the definition of a prime here, you can write curl of a plus alpha. Opening the brackets, you will get curl of a is equal to curl of a plus curl of alpha. Okay, ഇവിടെ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും കേൾ ഓഫ് എ ക്യാൻസൽ ചെയ്ത് കളയാം. സോ യു വിൽ ഗെറ്റ് കേൾ ഓഫ് ആൽഫ is equal to 0. ഇനി നമ്മൾ ഓൾറെഡി പറഞ്ഞിരിക്കുന്ന ഒരു ഐഡിയ ആണ് നേരത്തെ ക്ലാസ്സിൽ. ഈ ഇക്വേഷൻ്റെ അർത്ഥം എന്താണ്? ആൽഫ ഈസ് ഇറൊട്ടേഷണൽ. ആൽഫ ഇറൊട്ടേഷണലാണ്. ആൽഫ ഈസ് ആൻ ഇറൊട്ടേഷണൽ മാഗ്നറ്റിക് അല്ല, ഇറൊട്ടേഷണൽ ഫീൽഡ്. ഇറൊട്ടേഷണൽ വെക്റ്റർ ഫീൽഡ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇഫ് യു ഹാവ് ആൻ ഇറൊട്ടേഷണൽ വെക്റ്റർ ഫീൽഡ്, then you can write this vector field as the gradient of a scalar field. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി ആണത്. വെക്റ്റർ ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ വെക്റ്റർ കൺസെപ്റ്റ് ആണത്. ഇഫ് യു ഹാവ് ആൻ ഇറൊട്ടേഷണൽ വെക്റ്റർ ഫീൽഡ് then it is equivalent to the gradient of a scalar field. ഓക്കെ, ഇവിടെ നമ്മുടെ സ്കെയിലാർ ഫീൽഡ് ലാംഡയാണ്. ലെറ്റ്സ് യൂസ് ദാറ്റ് ഇക്വേഷൻ ആസ് ബി. ദെൻ ബിയും എയിലേക്ക് കൊടുത്താൽ, ബി എന്ന് പറയുന്ന ഐഡിയ എയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് പുതിയൊരു എക്സ്പ്രഷൻ കിട്ടും. യു വിൽ ഗെറ്റ് ഡെൽ ബി ഈസ് ഈക്വൽ ടു മൈനസ് ഡോ ബൈ ഡോ ടി ഡെൽ ലാംഡ. ഡെല്ലും ഡോ ബൈ ഡോ ടിയും ഇൻഡിപെൻഡൻറ്റ് പാരാമീറ്റേഴ്സ് ആണ്. ബിക്കോസ് ഡെൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് ഈക്വൽ ടു ഡോ ബൈ ഡോ എക്സ് ഐ ക്യാപ് പ്ലസ് ഡോ ബൈ ഡോ വൈ ജെ ക്യാപ് പ്ലസ് ഡോ ബൈ ഡോ ഇസഡ് കെ ക്യാപ്. ഓക്കെ, അതായത് കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിലെ ഫോം ഇതാണ് ഈ പറയുന്ന ഗ്രേഡിയൻറ്റിൻ്റെ. അപ്പോൾ ഇത് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഇത് സ്പേഷ്യൽ ഡെറിവേറ്റീവ്സ് ആണ്. സ്പേഷ്യൽ ഡെറിവേറ്റീവ്സിനും ടൈം ഡെറിവേറ്റീവ്സിനും തമ്മിൽ കണക്ഷൻ ഇല്ല, അവർ ഇൻഡിപെൻഡൻ്റ് ആണ്. സോ യു ക്യാൻ ചേഞ്ച് ദി ഓർഡർ ഓഫ് ഡിഫറൻസിയേഷൻ. സോ മൈനസ് ഡെൽ ഇൻറ്റു ഡോ ലാംഡ ബൈ ഡോ ടി എന്ന് എഴുതിയാലും തെറ്റില്ല എന്നുള്ളതാണ് എൻ്റെ പോയിന്റ്. അങ്ങനെയാണെങ്കിൽ ഐ ക്യാൻ റൈറ്റ് ദിസ് ആസ്, ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് എടുത്താൽ ഡെൽ ഇൻറ്റു ഡെൽ കോമൺ എടുക്കുക, ബീറ്റ പ്ലസ് ഡോ ലാംഡ ബൈ ഡോ ടി is equal to 0 എന്ന് എഴുതാം. ഓക്കെ, let that be equation C. If that is the case, then നമ്മളതിന്ന് മനസ്സിലാക്കുന്ന കാര്യം എന്താണ്? ബീറ്റയും ഡോ ലാംഡ ബൈ ഡോ ടിയും they are independent of spatial coordinates. അതാണ് അതിൻ്റെ അർത്ഥം. കാരണം ഇപ്പോൾ ഗ്രേഡിയൻ്റ് എടുക്കുമ്പോൾ 0 വരുന്നുണ്ടെങ്കിൽ സ്പേഷ്യൽ കോർഡിനേറ്റ്സിൻ്റെ ചേഞ്ചിനനുസരിച്ച് അവിടെ ചേഞ്ച് വരുന്നില്ല എന്നർത്ഥം. ഇപ്പോൾ ഡോ ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സിൻ്റെ ചേഞ്ച്. ഡോ ബൈ ഡോ വൈ എന്ന് പറഞ്ഞാൽ വൈക്ക് അനുസരിച്ചുള്ള ചേഞ്ച്. ഡോ ബൈ ഡോ ഇസഡ് എന്ന് പറഞ്ഞാൽ ഇസഡിനനുസരിച്ചുള്ള ചേഞ്ച്. ഇവയൊന്നും അനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ സ്പേഷ്യൽ കോർഡിനേറ്റ്സിനനുസരിച്ച് നമ്മളുടെ ബീറ്റയും ഡോ ലാംഡ ബൈ ഡോ ടിയും ചേഞ്ച് ചെയ്യുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, പക്ഷേ ദർ ഇസ് എ പോസിബിലിറ്റി ദാറ്റ് ദേ ഡിപ്പെൻഡ് ഓൺ ടൈം. അതുകൊണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റ്ലി ഇതിനെ ബീറ്റ ഈസ് ഈക്വൽ ടു മൈനസ് ഡോ ലാംഡ ബൈ ഡോ ടി എന്ന് എഴുതാൻ പറ്റില്ല. വി ഹാവ് എ പോസിബിൾ എക്സ്ട്രാ ടേം ഹിയർ. ബീറ്റ ഈസ് ഈക്വൽ ടു മൈനസ് ഡോ ലാംഡ ബൈ ഡോ ടി ഇസ് ഫൈൻ, പ്ലസ് ദർ ഇസ് എ പോസിബിൾ കെ എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു വാല്യൂ കെ വിച്ച് ഇസ് എ ഫംഗ്ഷൻ ഓഫ് ടി. ഓക്കെ, സമയത്തിൻ്റെ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ളൊരു ഫംഗ്ഷനും കൂടെ അവിടെ പോസിബിൾ ആണ്. ഇൻ എ സെൻസ് ഇത് ഇൻറ്റഗ്രേറ്റ് ചെയ്യുക ചെയ്തിരിക്കുന്നത് ആ ഒരു രീതിയിലാണ് വരിക. ഇൻറ്റഗ്രേഷൻ അല്ല, വേറൊരു ഐഡിയ ആണത്. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ബീറ്റ ഈസ് ഈക്വൽ ടു മൈനസ് ഡോ ലാംഡ ബൈ ഡോ ടി എന്ന് തന്നെ എഴുതാം. ഇറ്റ്സ് നോട്ട് റോങ്. ഇങ്ങനെ എഴുതുമ്പോൾ ഉള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ യു ഹാവ് ടു ചേഞ്ച് ദി ഓൾഡ് ലാംഡ. നമ്മളെ ഈ ലാംഡേനെ ചേഞ്ച് ചെയ്തിട്ട് യു ഹാവ് ടു റൈറ്റ് ഇറ്റ് ആസ് സം ലാംഡ പ്ലസ് ഇൻ്റഗ്രൽ 0 ടു ടി കെ ഓഫ് ടി പ്രൈം ഡി ടി പ്രൈം എന്ന് എഴുതേണ്ടി വരും. അങ്ങനെ എഴുതിയുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടൈം എടുക്കുമ്പോൾ ഇൻ്റഗ്രൽ മാറി കെ ഓഫ് ടി തന്നെ കിട്ടും.
ദെൻ ഇവിടെ മൈനസ് ഡോ ലാംഡ ബൈ ഡോ ടിയും കിട്ടും. അപ്പോൾ ഈ പറയുന്ന ഇക്വേഷൻ തന്നെ നമുക്ക് റിക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇഫ് യു അങ്ങനെ എഴുതുവാണെങ്കിൽ അങ്ങനെ നമ്മുടെ പുതിയൊരു ലാംഡ ഡിഫൈൻ ചെയ്താൽ ഐ ക്യാൻ റൈറ്റ് ദിസ് ഇക്വേഷൻ. ഈ ഇക്വേഷൻ അപ്പോൾ കറക്റ്റ് ആവും. സോ നമുക്കിപ്പോൾ ഇക്വേഷൻ ഡി യു ആയിട്ടുണ്ട്. ഓക്കെ. സോ ഇവിടുത്തെ ഐഡിയ എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ നേരത്തെ ഡെഫിനേഷൻ എന്തായിരുന്നു? നമ്മുടെ ഡെഫിനേഷൻ എന്താ? ഇതാണ് ഈ എഴുതിയിരിക്കുന്നതാണ് ഡെഫിനേഷൻ. ഓക്കെ. അപ്പോൾ ഡെഫിനേഷനിൽ നമുക്ക് ബീറ്റയുടെയും ആൽഫയുടെയും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. അപ്പോൾ നമുക്ക് എഴുതാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ഫ്രം ഡെഫിനേഷൻ v is equal to v prime is equal to v minus dou lambda by dou t. A prime is equal to a plus del lambda. ഓക്കെ അല്ലേ? റൈറ്റ്. പ്ലസ് ഫ്രം ബിയിൽ നിന്നാണ് നമുക്ക് ഇക്വേഷൻ ബിയിൽ നിന്നാണ് ഡെൽ ലാംഡ എന്നൊരു ഐഡിയ കിട്ടിയത്. ഓക്കെ. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എനെ എ പ്രൈം എന്നും വിനെ വി പ്രൈം എന്നും എഴുതാം, ആസ് ലോങ് ആസ് യു ആക്ച്വലി ചേഞ്ച് ഇറ്റ് ഇൻ ദ ഫോളോയിങ് വേ. ഈ രീതിയിൽ തന്നെ ചേഞ്ച് ചെയ്യുവാണെങ്കിൽ നമുക്കിങ്ങനെ എഴുതാൻ പറ്റും. അതായത് ഒരു ഗ്രേഡിയൻ്റ് ഓഫ് ലാംഡ വെച്ചിട്ട് എനെ ആഡ് ചെയ്തിട്ട് ഒരു പുതിയ എ പ്രൈം അവിടെ കൊണ്ടുവന്നു. അങ്ങനെ ചെയ്യുമ്പോൾ അതേ സമയം തന്നെ നമ്മളുടെ സ്കെയിലാർ ഫീൽഡ് വിയിൽ നിന്ന് ഇതേ ലാംഡയുടെ ടൈം ഡെറിവേറ്റീവിനെ സബ്ട്രാക്ട് ചെയ്യണം. ഇതേ ലാംഡയുടെ, വേറൊരു ക്വാണ്ടിറ്റിയുടെ അല്ല, ഇതേ ലാംഡയുടെ ടൈം ഡെറിവേറ്റീവ് സബ്ട്രാക്ട് ചെയ്യണം. അങ്ങനെ ചെയ്താൽ നമുക്ക് നമ്മുടെ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും പ്രിസർവ് ചെയ്ത് കിട്ടും. അതാണ് ഇവിടുത്തെ ഗേജ് ട്രാൻസ്ഫോർമേഷൻസിൻ്റെ ഐഡിയ എന്ന് പറയുന്നത്. യു ക്യാൻ മേക്ക് ദിസ് ട്രാൻസ്ഫോർമേഷൻ ആൻഡ് കീപ് ദി ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് അൺചേഞ്ച്ഡ്. ഐഡിയ വേണമെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയാം. I can change my vector field A to A prime and scalar field V to V prime in such a way that if I add a gradient of a scalar function lambda to the vector potential, old vector potential A, I have to subtract simultaneously the time derivative or partial time derivative of the same quantity lambda from the old scalar potential. അതാണ് ഇതിൻ്റെ ഫിസിക്കൽ ഐഡിയ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ആ ഒരു സംഭവം നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു ചേഞ്ച് നടത്താമെന്നുള്ളതാണ്. ഓക്കെ. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കിനി രണ്ട് തരം ഗേജ് സ്റ്റഡി ചെയ്യാം. ഒന്നാമത്തെ ഗേജ് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, ലോറൻസ് ഗേജും ഉണ്ട്, കൂളംസ് ഗേജും ഉണ്ട്. കൂളംസ് ഗേജ് നമുക്ക് ആദ്യം നോക്കാം. കൂളംസ് ഗേജ്, ഇതിൻ്റെ ഗുണം എവിടെയാണെന്നുള്ളത് അന്നേരം മനസ്സിലാവും. കൂളംസ് ഗേജ് എന്താണെന്ന് പറയുന്നതിന് മുന്നേ നമ്മൾ ഓൾറെഡി നമ്മുടെ മാക്സ്വെൽസ് ഇക്വേഷൻ്റെ പൊട്ടൻഷ്യൽസിൻ്റെ ഫോമിൽ രണ്ട് ഇക്വേഷൻസ് ആയിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. അത് ഞാനത് റീറൈറ്റ് ചെയ്യുകയാണ്. ഡെൽ സ്ക്വയർഡ് വി പ്ലസ് ഡോ ബൈ ഡോ ടി ഡെൽ ഡോട്ട് എ ഈസ് ഈക്വൽ ടു മൈനസ്, അത് വെക്ടറാണ് കേട്ടോ, ഈസ് ഈക്വൽ ടു മൈനസ് ഒ ബൈ എപ്സിലോൺ നോട്ട്. റോ എന്താണ്, എ എന്താണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ. അപ്പോൾ അങ്ങനെ എഴുതുവാണ്. സെക്കൻഡ് ഇക്വേഷൻ, ദിസ് ഈസ് ഫസ്റ്റ് ഇക്വേഷൻ. ദെൻ സെക്കൻഡ് ഇക്വേഷൻ ഇസ്, ലെറ്റ്സ് കോൾ ദിസ് ഇക്വേഷൻ 1. ദെൻ സെക്കൻഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഡെൽ സ്ക്വയർഡ് എ മൈനസ് മ്യൂ നോട്ട് എപ്സിലോൺ നോട്ട് ഡോ സ്ക്വയർ എ ബൈ ഡോ ടി സ്ക്വയർഡ് മൈനസ് ഡെൽ ഓഫ് ഡെൽ പ്ലസ് എ del dot a minus mu naught, minus ആണ് പോസിറ്റീവ് ആണ് epsilon naught dou a by dou v by t is equal to minus mu naught j. ഇതാണ് ആദ്യമേ നമ്മൾ കണ്ടെത്തിയിരിക്കുന്ന രണ്ട് ഇക്വേഷൻസ്. മാക്സ്വെൽസ് ഇക്വേഷനെ ഈ രണ്ട് ഫോമിലേക്ക് നമ്മൾ റെഡ്യൂസ് ചെയ്തിരുത്തിയിരിക്കുകയാണ്. ഇനിയാണ് കൂളംസ് ഗേജിൻ്റെ ഉപകാരം എന്താണെന്ന് പറയാൻ പോകുന്നത്. ഈ ഇക്വേഷൻ കുറച്ച് ലെങ്തി ആൻഡ് യു ക്യാൻ സേ അഗ്ലി ഫോമിലാണ് ഇരിക്കുന്നത്. ഇതിനെ റെഡ്യൂസ് ചെയ്യാനായിട്ട് ഞാൻ ഒരു ഫോം വഴി കാണുന്നത്, മേ ബി ഐ ക്യാൻ സെറ്റ് ഡെൽ ഡോട്ട് എ ഈക്വൽ ടു 0. ഡെൽ ഡോട്ട് എനെ 0യിലേക്ക് സെറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്യുന്നതിനാണ് കൂളംസ് ഗേജ് എന്ന് വിളിക്കുന്നത്. സെറ്റിംഗ് ദ ഡൈവേർജൻസ് ഓഫ് എ ഈസ് ഈക്വൽ ടു 0. കൂളംസ് ഗേജ്.
എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ, ചുമ്മാ ഡൈവർജൻസ് ഓഫ് എ സീറോ ആക്കാൻ പറ്റുമോ എന്നുള്ളത് ന്യായമായ ചോദ്യമാണ്. അതിനുള്ള ഉത്തരമാണ് നമ്മുടെ ഗേജ് ട്രാൻസ്ഫോർമേഷൻ. നമ്മൾ പറഞ്ഞു നമുക്ക് നമ്മളുടെ വെക്റ്റർ ഫീൽഡും വെക്റ്റർ പൊട്ടൻഷ്യലും സ്കെയിലാർ പൊട്ടൻഷ്യലും ട്യൂൺ ചെയ്യാം. അപ്പോൾ ആ ട്യൂൺ ചെയ്യാൻ എങ്ങനെ ട്യൂൺ ചെയ്യണം? ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ചേഞ്ച് ചെയ്യാത്ത രീതിയിൽ ട്യൂൺ ചെയ്യണം. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലായി എനിക്ക് വേണമെങ്കിൽ എൻ്റെ എനെ ട്യൂൺ ചെയ്ത് ഡൈവേർജൻസ് സീറോ ആവുന്ന രീതിയിലുള്ളൊരു എനെ എനിക്ക് ഉണ്ടാക്കിയെടുക്കാം. സോ ദാറ്റ് എൻ്റെ വിയും അതിനനുസരിച്ച് മാറും, പക്ഷേ എനിക്ക് ട്യൂൺ ചെയ്ത് ഡൈവേർജൻസ് സീറോ ആക്കുന്ന രീതിയിൽ ആക്കിയെടുക്കാം. അപ്പോൾ അങ്ങനെ ആക്കിയെടുക്കുമ്പോഴാണ് നമുക്ക് കുളംബ്സ് ഗേജ് കിട്ടുന്നത്. അപ്പോൾ ഈ കേസിൽ എൻ്റെ ഡൈവേർജൻസ് ഓഫ് എ എന്ന് പറയുന്നത് സീറോ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ 1 and 2 എന്ത് സംഭവിക്കും? ഇക്വേഷൻ 1 and 2 becomes we can see del squared v is equal to minus del squared v is equal to minus rho by epsilon naught. That's neat. And അടുത്ത ഇക്വേഷൻ എങ്ങനെ വരും നോക്കാം. del squared a minus mu naught epsilon naught dou square a by dou t squared minus ഇവിടെ del dot a യുടെ സ്ഥാനത്ത് 0 വരും. del mu naught epsilon naught dou v by dou t is equal to minus mu naught j. അപ്പോൾ ഇത് രണ്ടുമാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന പുതിയ എക്സ്പ്രഷൻസ്. പക്ഷേ ഇവിടെയും നമ്മുടെ ടാർഗറ്റ് സത്യത്തിൽ വലിയ രീതിയിൽ അച്ചീവ് ചെയ്തിട്ടില്ല. നമുക്ക് ഫസ്റ്റ് ഇക്വേഷനെ ഒരു നല്ല രീതിയിൽ റിഡ്യൂസ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. And this equation actually, this is what we call the Poisson's equation. Okay, Poisson's equation. Poisson's equation ആണത്. പക്ഷേ നമുക്ക് സെക്കൻഡ് ഇക്വേഷനെ ഒരു എന്താ പറയുക ഒരു നല്ല ഫോമിലേക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. സോ കുളംബ്സ് ഗേജിൻ്റെ ഒരു എന്താ പറയുക ഡ്രോബാക്ക് അല്ലെങ്കിൽ സെറ്റ് ബാക്ക് ആണത്. നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് മര്യാദയ്ക്ക് ഒരു വൃത്തിയായ ഫോമിൽ കൊണ്ടുവരാൻ പറ്റി. സെക്കൻഡ് ഇക്വേഷൻ ഇസ് സ്റ്റിൽ ലെങ്തി ആൻഡ് എ ബിറ്റ് അഗ്ലി. അപ്പോൾ അത് രണ്ടും നല്ല രീതിയിൽ നമുക്ക് ഒരു സിമെട്രിക് ആൻഡ് ബ്യൂട്ടിഫുൾ ഫോമിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് ബെറ്റർ ഗേജ് എന്ന് പറയുന്നത് ലോറൻസ് ഗേജ് ആണ്. അവിടെയാണ് ലോറൻസ് ഗേജിൻ്റെ പ്രസക്തി വരുന്നത്. അപ്പോൾ നമുക്ക് ലോറൻസ് ഗേജ് എന്താണെന്ന് നോക്കാം. ലോറൻസ് ഗേജ് ലോറൻസ് ഗേജ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു ഇപ്പോൾ നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള എയും വിയും നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ട്യൂൺ ചെയ്യാം. സോ ഇൻ ദിസ് കേസ് വി വിൽ ബി ട്യൂണിങ് എ ഇൻ സച്ച് എ വേ ദാറ്റ് del dot a is equal to minus mu naught epsilon naught dou v by dou t. ഇങ്ങനെ വരുന്ന രീതിയിൽ നമ്മൾ എയും വിയും ട്യൂൺ ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ ഗുണം എന്താണെന്ന് നോക്കാം. then what will happen to equation 1 and equation 2? Equation 1 and equation 2 becomes ഏതാണ് ഇക്വേഷൻ 1 ഇക്വേഷൻ 2? ഇതാണ്, ഈ രണ്ടെണ്ണം ഇക്വേഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും നോക്കാം. നമുക്ക് ഇക്വേഷൻ 1 del dot a യുടെ സ്ഥാനത്ത് ഇപ്പോൾ പറഞ്ഞ ക്വാണ്ടിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ del squared v plus dou by dou t of minus mu naught epsilon naught dou v by dou t is equal to minus rho by epsilon naught എന്നാണ് ഫസ്റ്റ് ഇക്വേഷൻ. that will become del squared v minus mu naught epsilon naught പുറത്തെടുക്കാൻ which is a constant, then dou by dou t again acts on dou by dou t becomes second derivative with respect to time. Okay, this is equal to minus rho by epsilon naught. ഇതാണ് നമ്മളുടെ ഇക്വേഷൻ 1ൻ്റെ ചേഞ്ച് വരിക. അതിനെ വേണമെങ്കിൽ ഒരു ഇക്വേഷൻ 3 എന്ന് വിളിക്കാം. ഓക്കെ, സിമിലർലി ഇക്വേഷൻ 2ൻ്റെ ചേഞ്ച് എന്താണെന്ന് നോക്കാം. ഇക്വേഷൻ 2ൻ്റെ ചേഞ്ച്, ഇക്വേഷൻ 2 എന്ന് പറയുന്നത് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇവിടെ del dot aക്ക് നമ്മൾ ഈ പറഞ്ഞ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. ഓക്കെ, അപ്പോൾ എന്താ കിട്ടുന്നത് നോക്കാം. ഇവിടെ del square a minus mu naught epsilon naught dou square a by dou t squared minus del of del dot a, okay, minus del dot a plus ഒരു ക്വാണ്ടിറ്റിയാണ് അവിടെ വരിക. അപ്പോൾ നമുക്ക് del dot a ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഓൾറെഡി. മൈനസ് mu naught epsilon naught dou v by dou t പ്ലസ് ഇവിടെ വരുന്ന ക്വാണ്ടിറ്റി ഏതാ? mu naught epsilon naught dou v by dou t വരുന്നത്. mu naught epsilon naught dou v by dou t. This is equal to minus mu naught j. ഇതാണ് ഇക്വേഷൻ അല്ലേ. ഇവിടെ നോക്കിയാൽ ഈ രണ്ട് ക്വാണ്ടിറ്റിയും സെയിം ക്വാണ്ടിറ്റിയുടെ പ്ലസ് മൈനസും ആണ്. സോ ദേ വിൽ ബിക്കം 0. അങ്ങനെയാണെങ്കിൽ നമുക്ക്
del squared A minus mu naught epsilon naught dou square A by dou t squared is equal to minus mu naught J എന്ന് എഴുതാം. This is equation 4. So equation 3 ഉം equation 4 ഉം they are in a sense ഒരു നല്ല ഭംഗിയായിട്ടുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. ഒരു പ്രത്യേക സിമെട്രി ഒക്കെ ഇക്വേഷൻസിനുണ്ട്. അവയെ നമുക്ക് ഒന്നോടെ ഒന്ന് എടുത്ത് എഴുതാം. എന്നിട്ട് കുറച്ച് കാര്യങ്ങൾ അതിനെപ്പറ്റി നമുക്ക് പറയാം. So I can write this again. Del square V minus mu naught epsilon naught dou square by dou t square V is equal to minus rho by epsilon naught. അതാണ് ഫസ്റ്റ് ഇക്വേഷൻ. സെക്കൻഡ് ഇക്വേഷൻ del square A minus mu naught epsilon naught dou square A by dou t square is equal to minus mu naught J. ഇതാണ് സെക്കൻഡ് ഇക്വേഷൻ. Now I can also write this as del squared minus mu naught epsilon naught dou square by dou t square into V is equal to minus rho by epsilon naught. ഇങ്ങനെ എഴുതാലോ. ഈ വിൻ്റെ അകത്തേക്ക് പ്ലഗ് ഇൻ ആയി കഴിഞ്ഞാൽ സെയിം ഇക്വേഷൻ തന്നെ റീകൺസ്ട്രക്ട് ചെയ്തിട്ട്. സിമിലർലി താഴെ നമുക്ക് del square minus mu naught epsilon naught dou square by dou t square into vector A is equal to minus mu naught J എന്ന് എഴുതാം. ഓക്കെ, നൗ ഈ പറയുന്ന del square minus mu naught epsilon naught dou square by dou t square എന്ന് പറയുന്ന ക്വാണ്ടിറ്റിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഡെഫിനേഷൻ ഉണ്ട്. We call that quantity the D'Alembert operator അല്ലെങ്കിൽ ബോക്സ് ഓപ്പറേറ്റർ എന്ന് പറയും. D'Alembert operator del squared minus mu naught epsilon naught dou square by dou t square. ഇതിനെയാണ് D'Alembert ഓപ്പറേറ്റർ എന്ന് വിളിക്കുന്നത്. സിമിലർലി നമ്മുടെ ഇവിടെ del square എന്ന് പറയുന്നത് ലപ്ലാസിയൻ ഓപ്പറേറ്റർ എന്നൊരു പേരും കൂടി ഉണ്ട് കേട്ടോ. ലപ്ലാസിയൻ ഓപ്പറേറ്റർ ആൻഡ് ദിസ് ഈസ് called D'Alembert operator. So in a sense D'Alembert operator is the space-time generalization of Laplacian operator. Laplacian operator അല്ലെങ്കിൽ del square ആകെ സ്പേഷ്യൽ ഡെറിവേറ്റീവ്സ് മാത്രമേ ഉള്ളൂ. D'Alembert വരുമ്പോൾ ടൈം ഡെറിവേറ്റീവും കൂടെ വരുന്നുണ്ട്, സെക്കൻഡ് ഓർഡർ ടൈം ഡെറിവേറ്റീവും കൂടെ വരുന്നുണ്ട് അല്ലേ. സോ ഇറ്റ് ഈസ് ഇൻ എ സെൻസ് എ സ്പേസ് ടൈം ജനറലൈസേഷൻ ഓഫ് ദി Laplacian operator. ഓക്കെ, അപ്പോൾ ആ ഡെഫിനിഷൻ നമുക്കിവിടെ കൊടുത്താൽ നമ്മുടെ ഇക്വേഷൻസിന് എന്ത് സംഭവിക്കും? ബോക്സ് സ്ക്വയർഡ് V is equal to minus rho by epsilon naught and box squared A is equal to minus mu naught J. മാക്സ്വെൽസ് ഇക്വേഷനെ നല്ല ഭംഗിയായിട്ട് രണ്ട് സ്പെഷ്യൽ ഇക്വേഷൻസിൻ്റെ ഫോമിൽ നമുക്ക് എഴുതാൻ പറ്റിയിട്ടുണ്ട്. ഇതാണ് നമുക്ക് വേണ്ടിയിരുന്ന ഫോം. ഓക്കെ, ഇനി ഈ ഫോമിന് കുറേ പ്രത്യേകതകളുണ്ട്. ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ദിസ് ഈസ് ആൻ ഇൻഹോമോജീനിയസ് ഇക്വേഷൻ. ഇൻഹോമോജീനിയസ് വേവ് ഇക്വേഷൻ. ഓക്കെ, വേവ് ഇക്വേഷനാണിത്. ദെൻ രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ D'Alembert ഓപ്പറേറ്ററിന് ഒരു പ്രത്യേകതയുണ്ട്. ഇറ്റ് ഈസ് എ ലോറൻസ് ഇൻവേരിയൻറ്റ്. ലോറൻസ് ഇൻവേരിയൻ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് ഞാൻ പറയാം. ലോറൻസ് ഇൻവേരിയൻറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്പെഷ്യൽ റിലേറ്റിവിറ്റി ഡിഗ്രി സമയത്തൊക്കെ ഒരു ഫ്ലേവർ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ സ്പെഷ്യൽ റിലേറ്റിവിറ്റിയിൽ മെയിനായിട്ട് പറയുന്ന സെറ്റ് ഓഫ് ട്രാൻസ്ഫോർമേഷൻസ് ആണ് ലോറൻസ് ട്രാൻസ്ഫോർമേഷൻസ് അല്ലേ. ഇപ്പോൾ ഒരു ഇഫ് യു ഹാവ് എ ബോഡി വിച്ച് ഈസ് അറ്റ് റെസ്റ്റ്, അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളൊരു ഫ്രെയിം വരയ്ക്കും. ദെൻ ദർ ഈസ് എ ബോഡി വിച്ച് ഈസ് മൂവിങ് അറ്റ് എ വെലോസിറ്റി v, ലെറ്റ്സ് സേ, വിത്ത് റെസ്പെക്ട് ടു ദി അതർ ബോഡി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നിന്ന് മറ്റേത് ഈ വെലോസിറ്റി പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ ദിസ് കോർഡിനേറ്റ് ഇസ് ലെറ്റ്സ് സേ O ആൻഡ് ദിസ് കോർഡിനേറ്റ് ഇസ് O prime. ഓയിൽ നിന്ന് O പ്രൈമിലേക്ക് നമുക്ക് കോർഡിനേറ്റ്സ് ചേഞ്ച് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യുന്ന സെറ്റ് ഓഫ് ട്രാൻസ്ഫോർമേഷൻസ് ആണ് ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ലോറൻസ് ട്രാൻസ്ഫോർമേഷൻസ് നടത്തിയാലും ഇൻവേരിയൻ്റ് ആയിട്ട് നിൽക്കുന്ന ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ ലോറൻസ് ഇൻവേരിയൻ്റ് എന്ന് പറയുക. അപ്പോൾ ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ നടത്തിയിട്ട് ഇൻവേരിയൻ്റ് ആയിട്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ റിലേറ്റിവിറ്റി പക്ക ആയിട്ട് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ അർത്ഥം.
അപ്പോൾ നമ്മളൊരു ഫിസിക്കൽ ലോ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ നടത്തിയാൽ ഇൻവേരിയൻ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ഫിസിക്കൽ ലോ ആണ് കൺസ്ട്രക്ട് ചെയ്യുന്നതെങ്കിൽ ദെൻ ദാറ്റ് ലോ ഇസ് ഇൻ എ സെൻസ് കംപ്ലീറ്റ്ലി കറക്റ്റ്. ഈ കേസിൽ നോക്കിയാൽ നമ്മൾ മാക്സ്വെൽസ് ഇക്വേഷനെ ലോറൻസ് ഇൻവേരിയൻ്റ് ആയിട്ട്, അതായത് കോർഡിനേറ്റ് ചേഞ്ച് ചെയ്താലും ചേഞ്ച് ചെയ്യാത്ത രീതിയിലുള്ള ഒരു സെറ്റ് ഓഫ് ഇക്വേഷൻസ് ആയിട്ട് മാറ്റി എഴുതുകയാണ് ചെയ്തിരിക്കുന്നത്. നേരത്തെ അത് അങ്ങനെ തന്നെയായിരുന്നു, പക്ഷേ ആ ഫോം നമുക്ക് ക്ലിയർ ആയിരുന്നില്ല. ഇങ്ങനെ എഴുതുമ്പോൾ അത് വ്യക്തമാണ്. ഓൺ ചേഞ്ചിങ് ദ കോർഡിനേറ്റ്സ് ദി ഫോം ഓഫ് മാക്സ്വെൽസ് ഇക്വേഷൻ വിൽ റിറ്റെയിൻ, അല്ലെങ്കിൽ they will remain the same, the form will remain the same. വാല്യൂസ് മാറാം, പക്ഷേ ആ ഫോം ഓഫ് ദി ഇക്വേഷൻ, ആ ഡൈനാമിക്സ് അതുപോലെ തന്നെയാണ് ഇരിക്കുക. അതാണ് ലോറൻസ് ഇൻവേരിയൻ്റ് ആണെന്ന് പറയുക. സോ സ്പെഷ്യൽ റിലേറ്റിവിറ്റിയുടെ കോണ്ടെക്സ്റ്റിൽ നമുക്ക് ഒത്തിരി ഉപകാരപ്രദമാണ് ഡി-എലംബേഷൻ ഓപ്പറേറ്റർ ഫോമിൽ എഴുതി കഴിഞ്ഞാൽ. ഓക്കെ, ഇതാണ് നമ്മളുടെ ഗേജ് ട്രാൻസ്ഫോർമേഷൻസിൻ്റെ ഐഡിയ. ഐ ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റുഡ് വാട്ട് ഈസ് ഗേജ് ട്രാൻസ്ഫോർമേഷൻ, എന്താണ് കുളംസ് ഗേജ്, എന്താണ് ലോറൻസ് ഗേജ്. അതുകൊണ്ട് നമുക്ക് മാക്സ്വെൽസ് ഇക്വേഷനെ ഈ ഒരു ബ്യൂട്ടിഫുൾ ഫോമിലേക്ക് കൊണ്ടുവരാൻ പറ്റി. അതിൻ്റെ ഉപകാരം എന്താണ് ലോറൻസ് ഇൻവേരിയൻസ് എന്ന് പറഞ്ഞാൽ ഇൻഹോമോജിയസ് എന്ന് വിളിക്കാനുള്ള കാരണം റൈറ്റ് ഹാൻഡ് സൈഡിൽ സോഴ്സ് ഉള്ളതുകൊണ്ടാണ്. ഇഫ് റോ ആൻഡ് ജെ വാസ് 0 ഐ ക്യാൻ കോൾ ഇറ്റ് ഹോമോജീനിയസ് വേവ് ഇക്വേഷൻ. ഓക്കെ, സോഴ്സ് വരുമ്പോൾ ഇൻഹോമോജീനിയസ് വേവ് ഇക്വേഷനാണ്. എല്ലാ ഡീറ്റെയിൽസും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ബാക്കി ടോപ്പിക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.